രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും രാവിലെ ദേശീയ പതാക ഉയർത്തി. പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി. NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ പരേഡ്, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി. പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഭാരതമെന്ന പരമാധികാര ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക് നിലകൊള്ളുന്നതിന്റെ 77ാം വാർഷിക ദിനം ആഘോഷിക്കുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ നിങ്ങളെയെല്ലാം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിച്ചമർത്തലുകളിൽ നിന്നും സ്വതന്ത്രമായ ഒരു ഭരണഘടനയുടെ തണലിലേക്ക് നാം മാറിയ ആ ഉജ്ജ്വല മുഹൂർത്തത്തെയാണ് ഇന്ന് ആവേശപൂർവ്വം സ്മരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പോരാളികളുടെ ത്യാഗത്തിലൂടെയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ അവകാശങ്ങളും നേടിയെടുത്തത്. മഹാത്മാഗാന്ധി, ഡോക്ടർ അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ രാം മനോഹർ ലോഹിയ തുടങ്ങിയ മഹാരഥന്മാർ വിഭാവനം ചെയ്ത ഇന്ത്യ എല്ലാ മനുഷ്യർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന സമത്വപൂർണമായ രാഷ്ട്രമായിരുന്നു. പാലക്കാടിന്റെ മണ്ണിൽ നിന്നും രാജ്യത്തിന്റെ അതിർത്തി കാക്കാനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരാനും ഇറങ്ങിത്തിരിച്ച ധീരരായ ദേശസ്നേഹികളെ ഈ സുദിനത്തിൽ ഞാൻ ആദരപൂർവ്വം സ്മരിക്കുന്നു. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ എന്ന ഉദാത്തമായ വാചകത്തോടെയാണ്. ഈ രാജ്യം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റേതല്ല, മറിച്ച് ഇവിടുത്തെ ഓരോ പൗരന്റേതുമാണെന്ന ശക്തമായ പ്രഖ്യാപനമാണത്. എന്നാൽ 76 വർഷങ്ങൾക്കപ്പുറം നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വവും സോഷ്യലിസവും മുമ്പൊന്നുമില്ലാത്ത വിധം വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിടുകയാണ്. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു. പോലീസ് സേനയുടെ പരേഡിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.